പലപ്പോഴും പല കുട്ടികൾക്കും വളരെ അടുത്ത ആളുകളിൽ നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പലപ്പോഴും നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്നറിയാതെ പകച്ച് നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു കഥയാണ്. ഉത്തർപ്രദേശിലെ ഹത്രാസിലുള്ള ഒരു ക്രൂരനായ പ്രൊഫസറുടെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. സെയ്ദ് ഫുൽചന്ദ് ബാഗ്ല എന്ന് പറയുന്ന ഒരു എയ്ഡഡ് കോളേജ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സൊക്കെ ആയിരുന്നു അവിടെ ക്ലാസ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കോളേജിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അവിടെ സെക്കൻഡ് ഇയറിൽ ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. പ്രൊഫസേഴ്സിനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ ജിയോഗ്രഫി പ്രൊഫസറായിരുന്നു രജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ. ആൾ ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിരുന്നു. അതുപോലെ തന്നെ വേറെയും ഒരുപാടധികം വലിയ വലിയ സ്ഥാനങ്ങൾ ആ ഒരു കോളേജിൽ വഹിക്കുന്ന ഒരാളായിരുന്നു. അതേപോലെ തന്നെ 20-ലേറെ വർഷങ്ങളായിട്ട് ആ ഒരു കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറായിരുന്നു അയാൾ. അപ്പോൾ ഈ രജനീഷ് കുമാറും ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കണം, നിനക്ക് നല്ല ഭാവിയുണ്ട്, നല്ല ഫ്യൂച്ചർ ഉണ്ട്, എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ അയാളുടെ രീതി മാറുകയാണ്. അയാൾ ആ പെൺകുട്ടിയെ തൊട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആദ്യം അതൊരു ഫാദർലി ടച്ചാണെന്ന് വിചാരിച്ച ആ പെൺകുട്ടിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇയാളുടെ ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി. പിന്നീട് അങ്ങനെ സംശയമൊന്നും ചോദിക്കാതായി. എന്നാലും ആ പെൺകുട്ടി ഇടയ്ക്ക് ക്യാബിനിലോട്ട് വിളിപ്പിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തൊടാനും പിടിക്കാനും ഒക്കെ അയാൾ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെൺകുട്ടി HODയുടെ റൂമിലോട്ട് ജിയോഗ്രഫിയുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോയി. ആ സമയത്ത് അയാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആളുടെ അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി കയറിയപ്പോൾ തന്നെ അയാൾ ആ വാതിൽ ചാരാനായിട്ട് പറഞ്ഞു. ആ പെൺകുട്ടി വാതിൽ ചാരി അകത്തോട്ട് കയറി. അപ്പോൾ ആളിരുന്നിരുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ആ വാതിൽ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ തൊടാനും പിടിക്കാനൊക്കെ തുടങ്ങി. അതേപോലെ തന്നെ എന്താ പറയുക, പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് ആ ഒരു പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ തന്നെ റേപ്പ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ള പെൺകുട്ടി മനസ്സിലാക്കിയപ്പോൾ എന്നെ വെറുതെ വിടാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ആദ്യം തന്നെ വേറൊരു കാര്യം പറയുകയാണ്. നിനക്ക് എന്തായാലും നല്ല ഫ്യൂച്ചർ ഉള്ളതാണ്, ഇപ്പോൾ എന്നോട് സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി തരാം. അതുപോലെ തന്നെ അറ്റൻഡൻസ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ പോരാത്തതിന് കോളേജിൽ പ്ലേസ്മെൻറ്റിൽ നല്ല ജോലിയൊക്കെ സെറ്റാക്കി തരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞു, ഇല്ല എനിക്കിതൊന്നും വേണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറുന്ന ആ ഒരു ടൈമിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് അയാൾ പറഞ്ഞ വേറൊരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇപ്പോൾ ഇവിടെ നീ ഒരു മുറിയുടെ അകത്ത് നിന്ന് പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നീ ഒരു കോളേജിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിൻ്റെ ഇൻറ്റേർണൽ ഞാൻ തോൽപ്പിക്കും, അറ്റൻഡൻസ് ശരിക്കും തരില്ല, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു പെൺകുട്ടിയെ അയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു കുറച്ച് മൊമെൻറ്റിനുള്ളിൽ അയാൾ ആ പെൺകുട്ടിയെ എന്താ പറയുക കടന്നു പിടിക്കുകയും അയാൾക്ക് കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 2 വീക്ക് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ പലതവണ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിത് താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ആ പെൺകുട്ടി മനസ്സിലാക്കി, തോക്കാൻ തന്നെ തോക്കട്ടെ എന്നുള്ള കാര്യം എന്താ പറയുക ആ പെൺകുട്ടി ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആ പ്രൊഫസറുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, ഇനി എനിക്കിത് പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുകയാണ്. അപ്പോഴാണ് അയാളുടെ യഥാർത്ഥ മുഖം ഇവർ മനസ്സിലാക്കുന്നത്. അയാൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടി അറിയാതെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ആ ഒരു സംഭവം കാണിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു പെൺകുട്ടി ആകെപ്പാടെ തകർന്നു പോവുകയാണ്. ആൾ എന്നിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ എന്നോട് ഇനിയിപ്പോൾ ഞാൻ വിളിക്കുന്ന സ്ഥലത്തൊന്നും വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പബ്ലിക്കാക്കും, എൻ്റെ ഫേസ് ബ്ലർ ചെയ്യാനായിട്ട് ഇത്രേ പണിയുള്ളൂ, അപ്പോൾ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ഈ സ്കൂളിലും സ്റ്റാഫ് റൂമിലും മാത്രമൊന്നുമല്ല, ഈ കോളേജിലും സ്റ്റാഫ് റൂമിലും മാത്രമൊന്നുമല്ല, ഞാൻ വിളിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലോട്ട് വരണം, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഉണ്ട്, അതിന് വരുന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുകയാണ്. പിന്നീട് ആ പെൺകുട്ടിക്ക് എന്താ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇയാൾക്ക് വഴങ്ങി കൊടുക്കുകയല്ലാതെ ആ പെൺകുട്ടിക്ക് വേറെ ഒരു എന്താ പറയുക ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതിൽ കൂടുതൽ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും ആ പെൺകുട്ടിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സമയം കടന്നുപോയി. ഇയാൾ നിരന്തരമായിട്ട് പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. ഏകദേശം 2 വർഷക്കാലത്തോളം ഈ പെൺകുട്ടി അയാളുടെ ടോർച്ചർ അനുഭവിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ മെൻ്റലി പെൺകുട്ടി ആകെപ്പാടെ തകർന്നു പോവുകയാണ്. ആകെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് എത്തി. പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ പോയി വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ആത്മഹത്യ ചെയ്താലോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ഉണ്ടായി പലതവണ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇനി എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും വീഡിയോ പുറത്തായാലും കുഴപ്പമില്ല, ഇനിയും ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ പെൺകുട്ടി
ആ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്തും ബാക്കിയുള്ള പ്രൊഫസേഴ്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ എന്തിനേറെ പറയുന്നു ചെയർമാൻ്റെ അടുത്ത് വരെ പോയിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്. എന്നാൽ അവരൊന്നും തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. അതായത് ഈ രജനീഷ് എന്ന് പറയുന്ന ആൾ അത്രയും വലിയൊരാളാണ്, ആളങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഇനിയിപ്പോൾ നിൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ, ഇനിയിപ്പോൾ ആളുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ നീ ഞങ്ങളെ കോളേജിനെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ കളഞ്ഞതിന് നിന്നെ പുറത്താക്കുന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയെന്നാണ് പറയുന്നത്. അതായത് തെറ്റ് ചെയ്ത പ്രൊഫസർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ എതിരെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ നിന്നത്. അപ്പോൾ ആ പെൺകുട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ, അതായത് ഇപ്പോൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചിട്ടും യാതൊരു നടപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെപ്പാടെ എന്ത് ചെയ്യുന്ന ആ പെൺകുട്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടി പിന്നീട് ചില കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ചിലർക്ക് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാളുമായിട്ട് എന്താ പറയുക അടുത്തിടപഴകുന്ന ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടി അയാളുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഇത് മാത്രമല്ലാതെ ബാക്കി ഒരുപാടധികം വിദ്യാർത്ഥിനികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി കാണുകയാണ്. അത് അയാളറിയാതെ പെൺകുട്ടി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തു. അങ്ങനെ കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു. അങ്ങനെ മാർച്ച് 15, 2025 യു പിയിലെ ഹത്രാസിലെ SP ഓഫീസിലോട്ടും അതേപോലെ തന്നെ വുമൻസ് സെൽ അതേപോലെ തന്നെ 1-2 ഓഫീസുകളിലോട്ട് ഒരു ലെറ്റർ വരികയാണ്. ലെറ്ററിൽ ആരാണ് ലെറ്റർ എഴുതിയെന്നുള്ള പേരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ ഒപ്പം ഒരു ഡ്രൈവും കൂടെ ഉണ്ടായിരുന്നു. ആ ഡ്രൈവും അതുപോലെ തന്നെ ലെറ്ററും കണ്ട SP കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കുകയാണ്. ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ, സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട്, അതായത് ഒരു 10-20 വയസ്സ് തുടങ്ങിയിട്ട് 2 വർഷക്കാലത്തോളം ഈ രജനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല കോളേജിലത്തെ പല പെൺകുട്ടികളുടെയും അവസ്ഥ ഇതാണ്. എൻ്റെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ട്. സഹിക്കാൻ പറ്റാതായ സമയത്ത് കോളേജിലെ പ്രൊഫസർമാരുടെ അടുത്തും അതുപോലെ തന്നെ പ്രിൻസിപ്പാളിൻ്റെ അടുത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്നെ ആൾ വീട്ടിലോട്ട് വിളിച്ച് വരുത്തിയിട്ട് വരെ ഉപദ്രവിക്കുകയാണ്. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ പലതവണ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് സംഭവിച്ചതുപോലെ വേറെ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ അയാളുടെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഫോണൊക്കെ രഹസ്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് പല പെൺകുട്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതെന്നും അതാണ് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കത്തായിരുന്നു അത്. ആ ഒരു കത്തിലുണ്ടായിരുന്ന പേര് ലക്ഷർ ബേട്ടി എന്നായിരുന്നു, അതായത് ഹെൽപ്ലെസ് ഡോട്ടർ എന്നുള്ളൊരു പേര്. അപ്പോൾ ആക്ഷൻ എടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കത്തെഴുതുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു കത്തിലുണ്ടായിരുന്നു. ഈ ഒരു കത്ത് വായിച്ചിട്ട് അതിൻ്റെ സീരിയസ്നെസ് അധികാരികൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ ഒരു രജനീഷിനെ കുറിച്ചിട്ട് അവർ കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുണ്ട്, നല്ലൊരു കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഇപ്പോൾ HOD ആണ്. അതുപോലെ തന്നെ ഒരുപാടധികം വലിയ പൊസിഷൻസ് കോളേജിൽ വഹിക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് അത്യാവശ്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസിൻ്റെ കയ്യിൽ കറക്റ്റ് തെളിവുകളും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അയാൾ എന്തായാലും ഡയറക്റ്റായിട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ആളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആളുടെ വീട്ടിലോട്ട് ആളുള്ള സ്ഥലത്തോട്ട് ചെന്നപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ആൾ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോളേജിലോട്ട് പോയപ്പോൾ അവിടെയും ആളില്ല, ആളവിടെ പോയിന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഈ ഒരു വിവരം ലീക്കായിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും പോലീസുകാർ തള്ളിക്കളഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. എന്തായാലും താൻ പിടിക്കപ്പെടുന്ന അറിഞ്ഞിട്ട് ആൾ മുങ്ങിയതാണ്. പക്ഷേ ഒരു കംപ്ലൈൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് ആരാണെന്ന് അറിയില്ല. അതൊരു അനോണിമസ് ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. എന്തായാലും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടും പോലീസുകാർ ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു കാര്യങ്ങൾ എത്തിയത്. പോലീസുകാർ വീണ്ടും കാര്യക്ഷമമായിട്ട് ആളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആളുടെ കല്യാണം കഴിഞ്ഞതാണെന്നും ഒരുപാട് വർഷങ്ങളായിട്ട് ഭാര്യയുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ആളുടെ വീട്ടിലൊരാൾ ജോലിക്ക് വന്നിരുന്നു, ഒരു സ്ത്രീ ജോലിക്ക് വന്നിരുന്നു. അങ്ങനെ ആ സ്ത്രീയെ ട്രാക്ക് ഡൗൺ ചെയ്യുകയാണ്. ആ സ്ത്രീയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. ജോലിക്കാർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജനീഷ് കുമാർ തന്നെയും റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അയാൾ തൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ട് പെരുമാറി, തന്നെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്തു, അതിനുശേഷം വീഡിയോ എടുത്തു, എന്നിട്ട് തന്നെ ഭീഷണിപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ തനിക്ക് പൈസയും തന്നു എന്ന് പറഞ്ഞു. അതായത് താനിത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ പുറത്ത് വിടുമെന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് പൈസ തരാമെന്നുള്ള രീതിയിൽ ആ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്. ആ സ്ത്രീക്ക് സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ പറയുമ്പോഴൊക്കെ ആ ഒരു സ്ത്രീ അങ്ങോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ പോലീസുകാരെ നോക്കുമ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത എന്താ പറയുക പെൺകുട്ടികളല്ലാതെ വേറൊരു സ്ത്രീയെ കൂടെ അവർക്ക് കിട്ടുകയാണ്. അതായത് എന്താ പറയുക ഇങ്ങനെയുള്ളൊരു ആളുടെ ഇരയായിട്ടുള്ളൊരു സ്ത്രീയെ കൂടെ അവർക്ക് കൺമുന്നിൽ കിട്ടുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്.
പോലീസുകാർ ഇയാളെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രയാഗ്രാജ് ഇയാളുണ്ട് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുന്നത്. നേരെ അവിടെ എത്തുകയും ആ ഒരു ജാമ്യം എടുക്കുന്നതിന് മുൻപ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഇയാൾക്കെതിരെ തെളിവുണ്ട്, വാറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇയാളുടെ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഇയാളത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ. എന്നാലും പോലീസുകാരത് റിട്രീവ് ചെയ്യുകയാണ്. ഏകദേശം 89ഓളം വീഡിയോകളാണ് ആ ഒരു എന്താ പറയുക ഫോണിലും മറ്റു ലാപ്ടോപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ 20ലേറെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വീഡിയോസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു ജോലിക്കാരിയുടെയും വീഡിയോ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. കോളേജിലെ ക്ലാസ് മുറികളിലും അതുപോലെ തന്നെ ആളില്ലാത്ത കോറിഡോറിലും അതുപോലെ തന്നെ സ്റ്റാഫ് റൂമിലൊക്കെ വെച്ച് പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ്, ആളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വളരെ രഹസ്യമായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ കോളേജ് അധികൃതരോട് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടും എന്ത് നിങ്ങൾ ആക്ഷൻ എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരവൊന്നുമില്ല. ഇത്തരത്തിലുള്ള വലിയ ഇഷ്യൂ ആയതിനു ശേഷം അവർ പുറത്താക്കുകയായിരുന്നു. ഈ ഒരു രജനീഷ് കുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. കുറേ കാലമായിട്ട് വൈഫുമായിട്ട് ആൾ അകന്നിട്ടാണ് താമസിക്കുന്നത്. അയാൾ ഇതേപോലെ തന്നെ പല വർഷങ്ങളായിട്ട് പെൺകുട്ടികളുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾ യാദൃശ്ചികമായിട്ട് ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ എന്താ പറയുക ലാപ്പിൻ്റെ വെബ് ക്യാമും കാര്യങ്ങളൊക്കെ ഓണായിരുന്നു. അത് അബദ്ധത്തിൽ ആ വീഡിയോ റെക്കോർഡ് ആവുകയാണ്. അത് അയാൾക്ക് അങ്ങനെ ഒരു ഐഡിയ ആയിട്ട് തോന്നുകയാണ്. ഓക്കെ, ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെ പേടിപ്പിക്കാനും അതുപോലെ തന്നെ വീണ്ടും തനിക്ക് എന്താ പറയുക തൻ്റെ ഒരു ഇംഗിതത്തിന് വഴക്കാനൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ള കാര്യം അയാൾ എന്താ പറയുക ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ സ്ഥിരമായിട്ട് ആൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ ആൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഫോണിൽ. അതായത് നമ്മൾ ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, സ്ക്രീനൊക്കെ ഓഫ് ആയിരിക്കും, എന്നാലും വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ ഫോണിലും ലാപ്പിലൊക്കെ ആളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു പല പെൺകുട്ടികളും അറിയാതെ അവരുടെ വീഡിയോസൊക്കെ ഇയാൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാടധികം പെൺകുട്ടികളെയാണ് ഇയാൾ ഇത്തരത്തിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇയാൾക്കെതിരെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ ജയിലിലാണ്. പക്ഷേ ആൾ നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എന്താ പറയുക നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൻ്റെ എൻഡാവും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe.